ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഒരു 250 ഗ്രാമോളം ഉണ്ടാവും ഇത്. അത് ഇതുപോലെ ബട്ടറിൽ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ചതച്ച മുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്ത് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒരു 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ ചേർത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കുന്ന ടൈമിൽ. ഇനി എല്ലാം കൂടി ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം പാൽ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്തിട്ട് ഈ ഫില്ലിംഗ് ഒന്ന് തിക്കായിട്ട് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു 1/4 കപ്പോളം പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ മൈദപ്പൊടി ചേർത്തുകൊണ്ടൊന്ന് കുറുകി വരും. അപ്പോൾ ബാക്കിയുള്ള പാൽ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ നമുക്കിതുപോലെ ഒന്ന് തിക്കായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയിട്ട് കിട്ടും. മൈദപ്പൊടി ചേർത്തുകൊണ്ട് തിക്കായിട്ടൊന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ ഫില്ലിംഗ് റെഡിയായി. പിന്നെ പച്ചമുളക് നമ്മൾ ക്യാപ്സിക്കും സവാളൊക്കെ ചേർത്ത ടൈമിൽ ചേർക്കാൻ മറന്നു പോയതാണ്. ഇനി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദയിലേക്ക് ഒരു 1/4 ടീസ്പൂണും കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലെക്സും ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ആദ്യം. ഇനി ഇത് ഒന്ന് ബാറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ആദ്യം 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അതിന് ഈ 1 കപ്പ് പാലും മതിയാവില്ല. അപ്പോൾ ആദ്യം 1 കപ്പ് പാൽ ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളമാണ് ചേർക്കുന്നത്. മുഴുവനായിട്ട് പാൽ ചേർക്കണമെങ്കിൽ പാൽ ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 1 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടിയാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കണം. അതിനായിട്ട് ചൂടായിട്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. തവി വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മാവ് ഒഴിക്കുന്ന അളവിൽ വ്യത്യാസം വരുത്തണം. ദോശ ഒന്ന് വെന്ത് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. നമുക്കിതുപോലെ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എല്ലായിടത്തേക്ക് മാവ് ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ ഒന്ന് വെന്ത് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. നമുക്ക് മൊത്തത്തിൽ എല്ലാ ദോശയും ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ സ്നാക്കായിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ദോശ പകുതിയായിട്ട് മടക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ചീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ചീസിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ കൂടുതൽ ചീസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ സ്നാക്കും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടല്ല. ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഈ സ്നാക്ക് വെച്ച് കൊടുക്കാം. പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് പാനിൽ കൊള്ളുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു അളവിൽ ഞാൻ സ്നാക്ക് ഉണ്ടാക്കിയ സമയത്ത് എനിക്കൊരു 8 സ്നാക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാക്കി എടുക്കണം. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ നമുക്ക് സ്നാക്ക് പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്നാക്കൊക്കെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്.
പിന്നെ ചൂടോടെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോഴാണ് നല്ല ക്രീമി ആയിട്ടും ഒക്കെ ഉണ്ടാവുക. ചീസൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചീസ് നമ്മുടെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാം. പിന്നെ സ്ലൈസ് ചീസ് അല്ലാതെ നമുക്ക് മൊസറല്ല ചീസ് വേണമെങ്കിലും ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ദോശ ചുട്ടെടുത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് സ്നാക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് സ്നാക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് മേക്കടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ചീസും അതുപോലെ ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങുമാണ് വെച്ചിട്ടുള്ളത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.